ഹല്ലേലൂയ. അവസരങ്ങളും നൽകുന്ന ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. ദിനവൃത്താന്ത പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9-ാം അധ്യായം വരെ തലമുറകളെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചും പേരുകളും അതിനോട് അനുബന്ധമായ കാര്യങ്ങളിലേക്കാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊരു പൊരുളില്ലല്ലോ, ഇതിൻ്റെ അകത്ത് വചനത്തിൻ്റെ അകത്ത് ഒരു ദൈവിക ഇടപെടലില്ലല്ലോ എന്ന് കരുതുമ്പോൾ 4-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വചനത്തിലേക്ക് കടന്നു പോകുമ്പോൾ യാബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യാബേസ് എന്ന പേരിട്ടു. യാബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാത്തവണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നുവെന്ന് അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ കാണാൻ കഴിയുന്നത്. 1 മുതൽ 9 വരെയുള്ള അധ്യായത്തിൽ യാബേസ് എന്ന മനുഷ്യനെ കുറിച്ച് ദൈവം ചെയ്ത പ്രവൃത്തികളെ നമുക്ക് കാണാൻ കഴിയും. എന്റെ അതിരുകളെ വിസ്താരമാക്കി തരണമേ, വിസ്തൃതമാക്കി തരണമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണമേ. യാബേസിന്റെ പ്രാർത്ഥന അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വരുമ്പോ ഭയങ്കര വേദനയോടെ പ്രസവിച്ചത് കൊണ്ട് വ്യസനമാത്രമായി തീർന്നവൻ അവൻ അങ്ങനെ പേരിട്ടെങ്കിൽ പോലും പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പേര് മാറ്റിയിട്ടല്ല, അവസ്ഥ മാറ്റിയിട്ടാ ദൈവം തന്റെ പ്രവൃത്തിയെ നടത്താൻ ഇടവന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം തന്റെ പ്രവൃത്തികൾ നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, ദൈവം നടത്തുന്ന വഴികളെ ഓർക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ അധികമാണ് ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നതും കേൾക്കുന്നതും കാണാൻ കഴിയും. ഏത് വിഷമസന്ധിയുടെ നടുവിലാണെങ്കിലും യാബേസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ അതിര് വിസ്തൃതമാക്കി കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണാൻ കഴിയുന്നു. അവന്റെ കരം പിടിച്ച് അവനെ നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യസനപാത്രമായി തള്ളപ്പെട്ടവരുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയുണ്ട്. ചില ബലഹീനതകളും ചില കുറവുകളും ചില പോരായ്മകളും ഇതെല്ലാം ഉണ്ടായിട്ട് പോലും ദൈവം എത്ര മനോഹരമായിട്ടാ ദൈവം മാനിച്ച് അനുഗ്രഹിച്ച് നിർത്തിയത്. എല്ലാവരെക്കാളും മാന്യനായി ദൈവം നിർത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. പ്രാർത്ഥനയോടുകൂടെ അതിൽ മുന്നേറണം. ദൈവത്തിന്റെ കൂടത്തിൽ വിശ്വസ്തയോടെ പോകണം. ദൈവം സർവശക്തനാണെന്ന് നമ്മൾ അനുഭവിച്ച് അവന്റെ കൂടെ ജീവിക്കാൻ ഇടയാക്കണം. ഇന്നൊരു പ്രഭാതം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ ഈ ബൈബിളിന്റെ അകത്ത് എന്നെക്കുറിച്ച്, എനിക്ക് വേണ്ടി, എന്റെ ജീവിതത്തെ മാറ്റുന്ന ദൈവിക വചനത്തിന്റെ ദൂത് അതിന്റെ അകത്തുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ യാബേസിനെ കുറിച്ച് 2 വചനം മാത്രമേ കൊടുത്തെങ്കിൽ ആ 2 വചനത്തിന്റെ അകത്ത് ദൈവത്തിന്റെ സകല വെളിപ്പാടുകളും നുകരാൻ ഇടവന്നെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിയുവാൻ നമ്മൾ വചനം വായിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ വചനത്തിന്റെ ആഴത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ആഴം എന്റെ ജീവിതം നിന്നിലേക്ക് ചേർക്കുവാനും നിന്റെ ഹിതത്തെ വെളിപ്പെടുത്തുവാനും ഇടയാക്കണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.